മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രം. സോഷ്യൽ മീഡിയയിൽ കുറച്ചു മുന്നേ നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയും തെന്നിന്ത്യൻ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനും ഒന്നിക്കുന്ന ഈ സിനിമ. നായികയായി സാമന്തയും, അതും മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ. പക്ഷേ അന്നത് വെറും റിപ്പോർട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവം ഉറപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകളിൽ പറഞ്ഞ പോലെ മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള സിനിമയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. നായകൻ, സംവിധാനം ഗൗതം വാസുദേവ് മേനോൻ, മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണം, നവീൻ ഭാസ്കറിന്റെ രചനയിൽ ജോമോണ്ടി ജോൺ ഛായാഗ്രഹണം. ഇതൊക്കെയായിരുന്നു ട്വിറ്ററിലടക്കം മുന്നേ പ്രചരിച്ചിരുന്ന വാർത്തകൾ. ആ വാർത്തകൾ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ നമ്പർ 6 ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ട്വിറ്ററിൽ പറഞ്ഞ എല്ലാ വിവരങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നായകൻ മമ്മൂക്കയും സംവിധായകൻ ഗൗതം മേനോൻ തന്നെയാണ്. കൊച്ചിയിൽ വെച്ച് നടന്ന പൂജാ ചടങ്ങിൽ ക്ലാപ്പ് അടിച്ചത് രമേശ് പിഷാരടിയും ലെനയും ചേർന്നായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലായിരിക്കും ചിത്രം സഞ്ചരിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടായിരിക്കും മമ്മൂട്ടി എത്തുക. കൂടാതെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു കഥാപാത്രമായിരിക്കും മമ്മൂക്കയുടേതെന്നും സൂചനകളുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ ഉറപ്പിക്കാനായിട്ടില്ല. പക്ഷേ അതിനെ കാത്തിരിക്കുകയാണ് ആരാധകർ. ലെന, ഗോകുൽ സുരേഷ്, വഫ ഖദീജ, വിജയ് വെങ്കടേഷ് തുടങ്ങിയ താരങ്ങളെല്ലാം ചിത്രത്തിലാണ് നിരക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന മറ്റൊന്ന് ചിത്രത്തിലെ നായിക കഥാപാത്രമാണ്. സാമന്തയായിരിക്കും ഇതിൽ നായികയെ എത്തുകയെന്നായിരുന്നു മുന്നേ റിപ്പോർട്ടുകളിൽ വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴും അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അവർ ഒരുമിച്ചുള്ള ചിത്രത്തിനായി ശരിക്കും ആരാധകർ കാത്തിരിക്കുകയാണ്. ICL ഫിൻകോർപ്പിന്റെ ഒരു പരസ്യ ചിത്രത്തിൽ സാമന്ത മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ടിരുന്നു. അന്ന് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാനായതിന്റെ സന്തോഷവും താരം പങ്കുവച്ചിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ആ പരസ്യവും അതിന്റെ ബിഹൈൻഡ് സീനും ഒക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു. കൂടാതെ കേരളത്തിലൊരു പ്രോഗ്രാമിനെത്തിയപ്പോൾ സ്റ്റേജിൽ നിന്നും സാമന്ത മമ്മൂക്കയ്ക്ക് ജയ് വിളിച്ചതൊക്കെ ആരാധകർ ഏറ്റെടുത്തിരുന്നു. മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ കാത്തിരിക്കുകയാണ് താനെന്ന് അന്ന് സാമന്ത പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതേസമയം സാമന്തയ്ക്കൊപ്പം തന്നെ വേറൊരു പേരും ഇപ്പൊ കേൾക്കുന്നുണ്ട്. നയൻതാരയാണ് ആ താരം. മമ്മൂക്കിക്കൊപ്പം നയൻതാര ഇതിനു മുന്നേയും വേഷമിട്ടിട്ടുണ്ട്. പുതിയ നിയമം, ഭാസ്കർ ദി റാസ്കൽ, തസ്കര വീരൻ, രാപ്പകൽ തുടങ്ങിയ സിനിമകളൊക്കെ ഇവർ ഒരുമിച്ച് ചെയ്തവയാണ്. പക്ഷെ ആരാധകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് സാമന്തയാണ് അവർ പ്രതീക്ഷിക്കുന്ന നായിക. എന്നാൽ സിനിമയും ഗൗതം മേനോനും കാത്തുവെച്ചത് എന്താണെന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ നിർമ്മാണ ചിത്രമാണിത്. റൊഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതിൽ ദി കോർ, ടെർബോ എന്നിവയാണ് അവരുടെ മുൻ ചിത്രങ്ങൾ. കൊമേഴ്ഷ്യലി ആയാലും ക്വാളിറ്റി വൈസ് ആയാലും ഹിറ്റ് ഉറപ്പു തരിക എന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ തെന്നിന്ത്യൻ ഹിറ്റ് മേക്കർക്കൊപ്പം മമ്മൂക്ക ഒന്നിക്കുന്ന സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.